ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏതാനും പിഴ ഞാനറിഞ്ഞുമറിയാതെ കണ്ടു ചെയ്തിടിലും മാതാവാകിയ നീയൊഴിഞ്ഞതു പൊറുക്കാനില്ല മറ്റാരുമേ. കാതോളം വിലസും കടാക്ഷമതുകൊണ്ടെന്നെ ക്ഷണം നോക്കിയാൽ ചേതം വന്നിടുമോ നിനക്ക് കണ്ണം പുഴക്കാവിലമ്മേ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 931 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന ദ്വാദശ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ നാടിൻ്റെ ഐശ്വര്യമായി തട്ടകത്തമ്മയായി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണമ്പുഴ ഭഗവതിയുടെ താലപ്പൊലിയാണ് കുംഭമാസത്തിലെ അശ്വതി. ആ താലപ്പൊലി ആഘോഷിക്കുന്ന അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ആ താരിളം പാദത്തിൽ സമർപ്പിക്കുന്ന ഒരു കീർത്തനത്തോടു കൂടിയാണ് ഇന്ന് നാം ആരംഭിക്കുന്നത്. അതിനുശേഷം കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ പരിണാമഗുപ്തി എന്ന കവിതയിലെ 45-ാമത്തെ ശ്ലോകം മുതൽ 66 കൂടിയുള്ള ശ്ലോകങ്ങൾ ചൊല്ലുന്നു. അതിനുശേഷം പ്രഭാഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം അമ്മയുടെ കീർത്തനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. കണ്ണൻ തൻ കരവാളിനാലെ കണ്ട സുഹൃത കാമ്പേ ജഗന്മോഹിനി കല്ലല്ലാതെ വിളങ്ങിടുന്നു സതതം കണ്ണമ്പുഴക്കോവിലിൽ. കണ്ണിൽ കൃഷ്ണമണിക്കു തുല്യമെന്റെ മനതാരിങ്കൽ നിമിന്നീടണേ. കല്യാണി കമലാപതിക്കു പ്രിയയാം കാരുണ്യരൂപേ ശിവേ. കണ്ണമ്പുഴ കാവിലമ്മേ. കണ്ണമ്പുഴയിലെ അമ്മ കാരുണ്യമൂർത്തിയാമമ്മ
അമ്മ, കണ്ണമ്പുഴയിലെ അമ്മ, കാരുണ്യമൂർത്തിയാമമ്മ, കരയുന്ന ഭക്തനെ മാറോടു ചേർക്കുന്ന കൈവല്യദായിനിയമ്മ, കനിവിൻ്റെ കിനിവാണു അമ്മ, കണ്ണമ്പുഴയിലെ അമ്മ, കണ്ണമ്പുഴക്കാവിലമ്മ, കാരുണ്യമൂർത്തിയാമമ്മ, കൈവല്യദായിനിയമ്മ. കളകളം പാടുന്ന പുഴയിൽ കുളിച്ചു ഞാൻ കാലിൽ നമിച്ചൊരു നേരം, കളകളം പാടുന്ന പുഴയിൽ കുളിച്ചു ഞാൻ കാലിൽ നമിച്ചൊരു നേരം, എന്റെ കാതിലായി സംഗീത പാഠം പഠിപ്പിച്ച കാവിന്നധീശ്വരി അമ്മ, നിത്യം കരവാൾ ധരിച്ചൊരു അമ്മ, കണ്ണമ്പുഴയിലെ അമ്മ, കണ്ണമ്പുഴക്കാവിലമ്മ, കാരുണ്യമൂർത്തിയാമമ്മ, കൈവല്യദായിനിയമ്മ. കാപട്യമില്ലാത്ത ഭക്തനെ കാണുമ്പോൾ കരുതലായി നിൽക്കുന്നൊരമ്മ, കാപട്യമില്ലാത്ത ഭക്തനെ കാണുമ്പോൾ കരുതലായി നിൽക്കുന്നൊരമ്മ, കരമതിൽ ശൂലവും ദാരിക തലയുമായി കത്തിജ്വലിക്കുന്നൊരമ്മ, കയ്യിൽ വട്ടക ചേർത്തൊരു അമ്മ, രക്തവട്ടക ചേർത്തൊരു അമ്മ, കണ്ണമ്പുഴയിലെ അമ്മ, കണ്ണമ്പുഴക്കാവിലമ്മ, കാരുണ്യമൂർത്തിയാമമ്മ, കൈവല്യദായിനിയമ്മ, കണ്ണമ്പുഴക്കാവിലമ്മ. കനകസിംഹാസനമേറിയോരമ്മ, കനവിൽ നിറഞ്ഞൊരു അമ്മ, കനകസിംഹാസനമേറിയോരമ്മ, കനവിൽ നിറഞ്ഞൊരു അമ്മ, കനലെഴും ജീവിത ചൂടിനെ മാറ്റാനായി കുളിർമഴയാകുന്നൊരമ്മ, മമ കരളിലായി വാഴുന്നൊരമ്മ, കണ്ണമ്പുഴയിലെ അമ്മ, കാരുണ്യമൂർത്തിയാമമ്മ, കരയുന്ന ഭക്തനെ മാറോടു ചേർക്കുന്ന കൈവല്യദായിനിയമ്മ, കനിവിൻ്റെ കിനിവാണു അമ്മ, കരവാൾ ധരിച്ചൊരു അമ്മ, കണ്ണമ്പുഴയിലെ അമ്മ, കണ്ണമ്പുഴക്കാവിലമ്മ, കാരുണ്യമൂർത്തിയാമമ്മ, കൈവല്യദായിനിയമ്മ, എന്റെ കണ്ണമ്പുഴക്കാവിലമ്മ, എന്റെ കാരുണ്യരൂപിണി അമ്മ.
രാഗഭക്തി പുതുപിഞ്ചജാലം നന്നായി പരത്തി കരളാം മയൂരി തത്തിക്കളിപ്പൂ മഴവില്ലുമാല ചാർത്തിയിടുമേതോ മുകിലിൻ്റെ മുമ്പിൽ. ഇല്ലാ പ്രപഞ്ചത്തിലിതേ വിധത്തിൽ ആശ്ചര്യവസ്തുക്കൾ നിറച്ച കൃഷ്ണൻ ഉണ്ടെന്നു ചൊല്ലുന്ന വികുണ്ഠദേശത്തെന്തൊക്കെ നിർമ്മിക്കണമത്ഭുതങ്ങൾ. ഗോവർദ്ധനത്തിൻ്റെ ചുവട്ടിലായും കാളിന്തിയാറ്റിൻ്റെ കരയ്ക്കലായും ഓരാടുമേയ്ക്കും ഭഗവാനെയല്ലാതൊരാളെയും ഞാനറിയില്ല വേറെ. വീടിനു ചുറ്റും ഹരിയെ പിടിക്കാനോടുന്ന നന്ദനു പുറം തണുത്തു. ഭൂമിക്കു ചുറ്റും ശശിയെ തിരിഞ്ഞ സൂര്യൻ അമാവാസ്യയിലെന്ന പോലെ നിലാവു തട്ടിപ്പുളകങ്ങൾ പൂണ്ടു പുളച്ചൊരാറ്റിൻ പുളിനാംഗഭൂവിൽ പളപ്പു കൂടിയിടുമൊരിന്ദ്രനീലം കളിച്ചു വൃന്ദാവിപിനത്തിൽ മുന്നം. ഗോപാലതാരാവലിയാൽ വളഞ്ഞു വേണുസ്വനം കൊണ്ടമൃതങ്ങു തൂകി നിലാവു പോലുള്ള വിലാസമേന്തി കലേശനൊത്ത സകലേശനെത്തി. കറുത്തവാവാം പ്രളയം വരുമ്പോൾ പൂന്തിങ്കളാകും പ്രകൃതിക്കൊരിക്കൽ ആദിത്യനാമീശനിൽ നിന്നു കിട്ടുമാലിംഗനത്തിൻ ഫലമീ വെളിച്ചം. കാർവർണ്ണനുണ്ണിക്കു കളിക്കുവാൻ ഞാൻ കാട്ടിക്കൊടുത്തു ഹൃദയാരവിന്ദം. അതങ്ങു വാങ്ങി പകരം മുകുന്ദനിക്കു തൃക്കൈയിലെ മുത്തുമേകി. നിന്നാമമെന്നാവിനു പാൽക്കുഴമ്പു നിൻ കേളിയൻ കാതിനു കർണപൂരം. നിൻ നീലിമാവഞ്ചനമെൻ മിഴിക്കു നീയാണു സർവസ്വമെനിക്കു കൃഷ്ണ. നാമങ്ങൾ കണ്ഠത്തിനു മൗക്തികം പ്രണാമങ്ങൾ മൂർധാവിനു പൊൻകിരീടം. നാം എപ്പോഴാണ് ഐശ്വരമാം പദത്തിൽ നാൾ മിക്കതും പോക്കുവതീ വിധത്തിൽ. വെളുത്ത പാലാഴിയിൽ നിന്നു പൊങ്ങി കറുത്ത വർണ്ണത്തിലൊരഭ്രപംക്തി ഗോവർദ്ധനത്തിൻ ശിഖരത്തിലേക്കു കേറുന്ന കാണുന്ന മനോമയൂരം. തൻവായ് മലർച്ചെപ്പിലടച്ചിടാനായുണ്ണിക്കരത്താൽ ജനനീസ്തനങ്ങൾ കംസാരി മുൻകൂട്ടി ഉയർത്തി നോക്കി ഗോവർദ്ധനോ ധാരണമഭ്യസിച്ചു. വരണ്ടൊരൻ ജീവിതവേനലിങ്കലിരുണ്ടുകൊണ്ടുണ്ടൊരു കൊണ്ടൽ മീതെ ഉരുണ്ടുകേറിപ്പനി നീർപ്പൊഴിക്കാൻ മുരണ്ടിടും പോലെ എനിക്കു കാൺമു. ഒരിക്കലൻ മാനസരാജഹംസം സമാധിയാം പാൽക്കടലിങ്കലാണ്ടാൽ പൊങ്ങില്ല പിന്നെ പുളകങ്ങളാകും നീർപ്പോളമാത്രം പുറമയ്ക്കു കാണാം. ഇന്നഷ്ടമീ രോഹിണി തമ്പുരാന്റെ ആട്ടപ്പിറന്നാളതുകൊണ്ടിതാനീം കൽപ്പിച്ചിടേണം. തിരുനാൾ പ്രമാണിച്ചൊന്നീ ജയിൽ പുള്ളിയെ വിട്ടുകൊള്ളുവാൻ. ഗോപാലനൊന്നിച്ചു വനത്തിൽ നിന്നു വൈകുന്ന നേരം കളിയൊക്കെ മാറ്റി തൂവെണ്ണയുണ്ണാൻ കൊതിയോടെയെത്തും കാർവർണ്ണനെ കാണുവതേതു നാൾ ഞാൻ.
സർവസ്വവും തീരെ മറക്കുമാറു കാർവർണ്ണനെ ക്ലിന്നതയാർന്ന നെഞ്ചിൽ ആരാധയെ പോലെ മുഹൂർത്തനേരം സ്നേഹിച്ചു ചത്താൽ മതിയായിരുന്നു. ഫണീന്ദ്രനെ പോലെയൊരിന്ദ്രനീലമണിക്കു ഞാൻ കാത്തുകിടന്നു നോക്കും. കിട്ടില്ല എന്നുള്ളതു തീർച്ചയായാൽ ദേവന്റെ മുന്നിൽ തല തച്ചു ചാവും. ആ പത്മരാഗത്തിനു വേണ്ടിയല്ല, ശ്രീകൃഷ്ണരാഗത്തിനു വേണ്ടി മാത്രം ഈ നാഗകന്യാമണിയല്ല ജീവസൗഭാഗ്യ കന്യാമണി കാത്തു നീണാൾ. എനിക്കു പേരില്ല, പഠിപ്പുമില്ല, ഞാൻ ചന്ദ്രനല്ലിന്ദ്രനുമല്ല തീർച്ച. ഞാൻ കൃഷ്ണപാദാംബുരുഹത്തിൽ നിത്യം പറ്റിക്കിടക്കും പരമാണുമാത്രം. ഭക്തന്റെ കാൽപ്പാടുകൾ നോക്കി നോക്കി പാലാഴി തൻ വക്കുവരെ ഗമിക്കാം. പിന്നത്തെ മാർഗം തെളിയുന്നതല്ല, താൻ തന്നെ മുങ്ങിത്തിരയേണമത്രേ. ഇബുദ്ധി മാറാതെ ഇരിക്കുവോളം നിൻ ഭക്തിയല്ലാതൊരു സാധനം ഞാൻ മോഹിക്കയില്ലെന്നുടെ ജന്മകാലം. കൃഷ്ണന്റെ തൃക്കാലടിയാണു സത്യം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിന്റെ പരിണാമഗുപ്തി എന്ന കവിതാ സമാഹാരത്തിലെ 45 മുതൽ 66 കൂടിയുള്ള 22 ശ്ലോകങ്ങളാണ് ഇന്ന് നാം ഭഗവത് പാദങ്ങളിൽ പാടി സമർപ്പിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗം നാളെ ചൊല്ലാം. ഹരേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനെ അനുഗ്രഹിച്ച് യാത്രയായി. പരീക്ഷിത്ത് തക്ഷക ആ ഗരളാഗ്നിയിൽ വെന്ത് ചാമ്പലായി. അതിനു മുമ്പേ തന്നെ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. ആ ശരീരം മാത്രം ഭസ്മമായി തീർന്നു. ഇത് കണ്ട് കോപാകുലനായ ജനമേജയൻ സർപ്പസത്രം ആരംഭിച്ചു. ഒടുവിൽ ബൃഹസ്പതിയുടെ വ്യാഴാചാര്യന്റെ ദേവഗുരുവിന്റെ വാക്കുകളെ കേട്ട് സർപ്പസത്രം അവിടെ നിർത്തി. സൂതൻ തുടർന്നു പറയുകയാണ്. ഇത്യുക്ത സ തഥേത്യാഹ മഹർഷേർമാനയൻ വച സർപ്പസത്രാദുപരത പൂജയാമാസ വാക്പതിം ഇതി ഉക്തഹാസ. ഇങ്ങനെ പറയപ്പെട്ട അവൻ ജനമേജയൻ മഹർഷേ വചഹാമാനയൻ, മഹർഷിയുടെ വാക്കിനെ മാനിക്കുന്നവനായിട്ട്, തഥാ ഇതി ആഹ, അങ്ങനെ ശരി അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു. സർപ്പസത്രാത് ഉപരത, സർപ്പസത്രത്തിൽ നിന്നും ഉപരമിച്ചു അല്ലെങ്കിൽ എന്ന് പിൻവാങ്ങി. വാക്പതിം, ബൃഹസ്പതിയെ പൂജിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. സൂതൻ പറഞ്ഞ ആ വാക്കുകൾ ശൗനകാദികൾ നൈമിഷാരണ്യത്തില് കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദേവാചാര്യൻ പറഞ്ഞതനുസരിച്ച് ജനമേജയ രാജാവ് സർപ്പസത്രത്തെ നിർത്തി. സർപ്പസത്രം അവസാനിപ്പിക്കുക മാത്രമല്ല, ആ ബൃഹസ്പതിയെ വേണ്ട പോലെ പൂജിക്കുകയും ചെയ്തു. സൈഷാ വിഷ്ണോർ മഹാമായാബാധ്യയാ ലക്ഷണായയാ
മുഹ്യന്ത്യസ്യൈവാത്മഭൂത ഭൂതേഷു ഗുണവൃത്തിഭി അബാധ്യയാ യയാ നശിപ്പിക്കാൻ സാധിക്കാത്തതായ ഏതൊന്നിനാൽ അസ്യ ഏവ ഇവന്റെ തന്നെ ആത്മഭൂത അംശമായവർ ഗുണവൃത്തിഭി ഗുണവൃത്തികളാൽ ഭൂതേഷു മുഹ്യന്തി ഭൂതങ്ങളിൽ മോഹിക്കുന്നു. അലക്ഷണാസ ലക്ഷണത്തെ അതിക്രമിച്ചിരിക്കുന്ന അത് വിഷ്ണു മഹാമായ വിഷ്ണുവിൻ്റെ മഹാമായയാണ്. എന്തുകൊണ്ടാണ് അറിവുള്ളവർക്ക് കൂടി ഇത്തരം അവിവേകം അല്ലെങ്കിൽ ഇത്തരം അബദ്ധം ഉണ്ടാവുന്നത്? പരീക്ഷിത്ത് മഹാരാജാവ് നോക്കൂ, എത്രയും ശ്രേഷ്ഠനായ ഭരണാധികാരിയാണ്. അദ്ദേഹം മഹർഷിയുടെ കഴുത്തിൽ സർപ്പത്തെ എടുത്ത് ആ കഴുത്തിൽ അണിയിച്ച് ശാപഗ്രസ്തനായി മാറി. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹവും ജനമേജയനും വളരെ ശ്രേഷ്ഠനായ മഹാരാജാവ് തന്നെയാണ്. വേണ്ട പോലെ വിവേകമുള്ള ആളാണ്, വിചാരം ചെയ്യുന്ന ആളാണ്. എന്നാൽ ഇവിടെ അവിവേകം കാണിച്ചു. നോക്കൂ, നിരപരാധികളായിരിക്കുന്ന സർപ്പങ്ങളെ നിഗ്രഹിച്ചു. ഇതിനെന്താണ് കാരണം എന്നൊരു സംശയം നമുക്കൊക്കെ ഉണ്ടാവാം. അതിനുള്ള മറുപടിയായിട്ടാണ് പറഞ്ഞത്, ഏതൊന്നിൻ്റെ ശക്തിക്ക് അധീനരായിട്ടാണോ വിഷ്ണുവിൻ്റെ തന്നെ അംശഭൂതങ്ങളായ പ്രാണികൾ ഇത്തരത്തിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയവ വഴി പ്രാണികളെ ഹിംസിക്കുന്നത്, ആ മഹാശക്തി ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ മഹാമായയാണ്. ഇതിനെ ജയിക്കാൻ എന്താ വഴി? ഇരുട്ടില്ലാതെയാക്കാൻ എന്താ വഴി? വെളിച്ചം തെളിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇരുട്ടില്ലാതെയാവില്ല. ഇരുട്ടിൽ തപ്പിത്തണിഞ്ഞ് നടക്കുന്നവർക്ക് കയ്യിൽ ഒരു കൈത്തിരി നാളമായി എന്നതുപോലെ ഈ മഹാമായയിൽ, ഈ മഹാമായ അന്ധകാരത്തിൽ പെട്ടുകിടക്കുന്ന ആളുകൾക്ക് സുഹൃതികൾ നൽകുന്ന ഒരു കൈത്തിരിയാണ്, ഒരു കെടാവിളക്കായിട്ട് സൂക്ഷിക്കേണ്ടുന്നതാണ് ഭക്തി എന്നുള്ളത്. ഭക്തിയാകുന്ന ആ പ്രദീപം മറ്റൊന്നുകൊണ്ടും ഈ മായയെ ജയിക്കാൻ സാധിക്കില്ല എന്ന്. ഭഗവത് ഭക്തി കേവലയാ ഭക്തിയ വാസുദേവപരായണ അഖം ധുന്വന്തി കാൽസ്നേന നീഹാരമിവ ഭാസ്കര. അജാമിള മോക്ഷത്തിൽ നമ്മൾ കേട്ടതാണ്. അപ്പോ അത് ഇന്ന തരത്തിലാണ് ഈ മായ എന്ന് പറയാൻ അതും സാധിക്കില്ല. ഭഗവാന്റെ അംശങ്ങളായ ജീവന്മാരെ തന്നെ ഭഗവാൻ മായ മോഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരാൾ മറ്റൊരാളെ ഹിംസിക്കുകയും മറ്റും ചെയ്യുന്നതെന്ന് സാരം. അല്ലാതെയല്ല. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി. ദേവി മാഹാത്മ്യത്തില് പറയുന്നു, ജ്ഞാനികൾ, അറിവുള്ള ആളുകളുടെ മനസ്സിൽ പോലും ഇവിടെ ആ ദേവി മഹാമായ ബലം കൊണ്ട് നമ്മളെ മോഹിപ്പിക്കുന്നു. അതിനെ ജയിക്കാൻ ഭഗവത് ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നയത്ര ദംഭീത്യഭയാ വിരാജിത മായാത്മവാദേ സകൃതാത്മവാദിഭി നയദ്വിവാദോ വിവിധസ്തദാശ്രയോ മനശ്ച സങ്കൽപ്പ വികൽപ്പവൃത്തിയൽ. യത്ര യാതൊരുവനിൽ അയം ദംഭി ഇതി ഇവൻ ദംഭമുള്ളവനാണ്, കപടവാനാണ്, അസകൃത് എന്ന് പലപ്പോഴും തോന്നുന്നുവോ, തത്ര മായ അവനിൽ മായ, ആത്മവാദിഭി ആത്മവാദേ ആത്മവാദികളാൽ ആത്മവാദം ചെയ്യപ്പെട്ടപ്പോ അഭയാ ന വിരാജിത ഭയരഹിതയായിട്ട് വിശേഷമായിട്ട് പ്രകാശിക്കുന്നില്ല. യത് യാതൊരുവനിൽ തദാശ്രയ മായയ്ക്ക് ആശ്രയമായ വിവാദഹ ന വിവാദമില്ലയോ തസ്മിൻ മായാന അവനിൽ മായയുമില്ല. യത് യാതൊന്ന് സങ്കല്പ വികൽപ്പ വൃത്തി സങ്കല്പവും വികല്പവുമാകുന്ന വൃത്തിയോടുകൂടിയതോ തത് മനഹാച്ച ആ മനസ്സും യത്ര ന യാതൊരുവനില്ലയോ തസ്മിൻ മായാന അവനിൽ മായയില്ല. അപ്പോ മായയെയും അതിനാൽ ചെയ്യപ്പെടുന്ന അനർത്ഥത്തെയും എങ്ങനെയാണ് കടക്കാൻ സാധിക്കുക? ഒന്നുകൂടി ഭഗവൻ ഭക്തി മഹത്വത്തെ വർണ്ണിക്കുകയാണ്. വിഷ്ണുവിൻ്റെ സ്വരൂപത്തെ വിചാരം കൊണ്ട് അറിഞ്ഞു ഭജിച്ചാൽ
എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളിൽ നിന്ന് നിവൃത്തിയുണ്ടാവും. 5 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ പുരുഷൻ ആത്മാവല്ലാതെ ഇരിക്കുന്ന ദേഹേന്ദ്രിയാദികളിൽ അഭിമാനിക്കണു. അപ്പൊ സത്യവാനല്ലാതെ ആവണു, കാപട്യമുള്ളവനായിട്ട് തീരണു. അപ്പൊ അങ്ങനെ ഏതൊരു പുരുഷനെ കുറിച്ച് നമുക്ക് അങ്ങനെ വിചാരമുണ്ടാവുന്നുവോ അവനിൽ മായ നിർഭയമായി പ്രവേശിക്കും. തൻ്റെ കാര്യങ്ങൾ, ആ രാഗദ്വേഷാദി ഭാവങ്ങൾ പ്രകാശിപ്പിക്കും. എന്നാൽ മറ്റൊരാള് മഹാവാക്യങ്ങൾ അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി തുടങ്ങിയ വാക്കുകളെ വേണ്ട പോലെ നിരൂപണം ചെയ്ത് ആത്മസ്വരൂപത്തെ അറിയാൻ നിരന്തരം ശ്രമിക്കണോ, അങ്ങനെയുള്ള ആളുകളിൽ മായാഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിവിധ വാദങ്ങൾ ഇല്ലാതിരിക്കുന്നുവോ, സങ്കല്പ വികല്പവൃത്തികൾക്ക് ആശ്രയമായിരിക്കുന്ന മനസ്സ് യാതൊരുത്തരിലില്ലയോ, അവരെ മായ ബാധിക്കുകയില്ല. ആ മായ, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന മായ, ഇത്തരം ആളുകളിൽ ഭയപ്പെട്ടവൾ എന്നതുപോലെ പേടിച്ചു നിൽക്കുന്നു. അവരിൽ ഈ ഭേദഭാവന ഉണ്ടാക്കാൻ മായയ്ക്ക് സാധിക്കില്ല. വാദത്തിന് വിഷയം വിശേഷമാകുന്നു എന്നാണ്. സമസ്വരൂപനായ ആത്മാവിന്റെ സത്വസ്വരൂപത്തെ അറിഞ്ഞ ആളുകൾ, സത്യസ്വരൂപത്തെ അറിഞ്ഞവർ, ഈ വിശേഷത്തെ അതിക്രമിച്ചവരാണ്. അവർക്ക് വസ്തുസംബന്ധമായിട്ടുള്ള വാദമില്ല. സങ്കല്പ വികല്പങ്ങൾക്ക് കാരണമായി വിശേഷത്തിന്റെ നാശത്തോടുകൂടി മനസ്സും നശിക്കണു. നിരുപാധികമായ ആനന്ദം ഇത്തരം ആളുകൾ അനുഭവിക്കണു. അങ്ങനെയുള്ള ജീവൻ മുക്തന്മാരായിട്ടുള്ള ആളുകളെ മായയ്ക്ക് ബാധിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യൻ മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും വിലജ്ജമാനയായസ്യ സ്ഥാതുമീക്ഷാപഥേമുയ വിമോഹിത വിഗദ്ധന്തേ മമാഹമിതി ദുർധിയ. ബ്രഹ്മാവിന്റെ സ്തുതിയാണ്. ഇപ്പൊ പരമാത്മസ്വരൂപനാണ് ഭഗവാൻ. ആ മഹാവിഷ്ണുവിന്റെ പരമാർത്ഥ തത്വത്തെ അറിയാത്തവരെ മാത്രമേ മായ ബാധിക്കുകയുള്ളൂ. മറ്റാരെയും മായ ബാധിക്കുകയില്ല എന്ന് പറയുന്നു. മയത്ര സൃജ്യം സൃജതോ ഭയോ പരം ശ്രേയശ്ച ജീവസ്ത്രിഭിരന്യതസ്ത്വഹം തദേതദുൽസാദിതബാധ്യബാധകം നിഷിധ്യ ചോർമീൻ വിരമേൽ സ്വയം മുനി. യത്ര സൃജതാ സഹ, ഏതൊന്നിൽ കാരകവർഗത്തോടുകൂടി സൃജ്യം സൃഷ്ടിക്കപ്പെടുവാൻ യോഗ്യമായ കർമ്മവും, ഉഭയോ രണ്ടുപേരുടെയും പരം ശ്രേയ സാധ്യമായ ശ്രേയസ്സും, ത്രിഭി അന്വിത മൂന്നിനോടും ചേർന്നിരിക്കുന്ന അഹം ജീവ അഹങ്കാരസ്വരൂപനായിരിക്കുന്ന ജീവനും ന ഇല്ലയോ, ഉത്സാദിത ബാധ്യബാധകം നിരസിക്കപ്പെട്ടിരിക്കുന്ന ബാധ്യബാധക ഭാവത്തോടുകൂടിയ ഏതത് ഇത്, തത് അതാണ് ആത്മതത്വം. മുനി മനനശീലനാണ് മുനി അല്ലേ. ഊർമീൻ നിഷിധ്യ ചലനങ്ങളെ നീക്കം ചെയ്തിട്ട് വിരമേത് വിശേഷേണ രമിക്കണം, ആനന്ദിക്കണം. ഇപ്പൊ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന കർമ്മവും സൃഷ്ടി സാധനങ്ങളും സൃഷ്ടി കൊണ്ട് പ്രാപിക്കാൻ യോഗ്യമായ സുഖദുഃഖങ്ങളും അതിനെയൊക്കെ അനുഭവിക്കാൻ കർത്താവായിരിക്കുന്ന ഞാൻ എന്ന ഭാവത്തോടുകൂടിയ ജീവനും ഏതൊന്നിലാണോ ഇല്ലാത്തത്, അപ്പൊ ബാധ്യബാധക ഭാവത്തെ അതിക്രമിച്ച ഈ തത്വത്തെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. വിചാരം കൊണ്ട് ഈ നിലയിലേക്ക് എത്തുന്ന, ഈ സത്യമായ അവസ്ഥയിലേക്ക് എത്തുന്ന, സാക്ഷാത്കാരം നേടുന്ന മുനി സമുദ്രജലത്തിൽ കാണപ്പെടുന്ന നുര, ചുഴി, തിരമാല ഇതൊക്കെ തന്നെ ജലം മാത്രമായിട്ട് കാണും. അതൊക്കെ മറ്റതും ഒക്കെ നാമങ്ങൾ മാത്രമാണ്. ഇങ്ങനെ അഹങ്കാരാദി ഭേദങ്ങൾ പരമാത്മാവാകുന്ന അധിഷ്ഠാനത്തിന്മേൽ തോന്നിയ ചലനങ്ങൾ മാത്രമാണ് എന്നറിഞ്ഞ് അതിനെ മുഴുവൻ നിഷിധ്യ, അതിനെയൊക്കെ നീക്കം ചെയ്തിട്ട് ലോകാതീതമായ ആനന്ദം വിരമേത് എന്നാണ്, വിശേഷേണ ആനന്ദിക്കണം.
പ്രപഞ്ച ചിന്തയിൽ നിന്ന് വിരമിക്കണം എന്ന് പറയുന്ന 31-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ 32-ാമത്തെ ശ്ലോകം കൊണ്ട് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം. ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ
ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.